എല്ലാവർക്കും നമസ്കാരം. സി ജനറൽ PSC ചാനലിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് നമ്മൾ പതിയെ കടക്കുകയാണ്. നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പരീക്ഷാ തീയതി PSC കഴിഞ്ഞ ദിവസം പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതായത് നവംബർ മാസം 21-ാം തീയതി ശനിയാഴ്ചയാണ് നമ്മുടെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ തസ്തികയുടെ പരീക്ഷ നടത്തുവാൻ പോകുന്നത്. ആ ഒരു പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടന്നു നീങ്ങുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആദ്യമേ പറയാം. അതിനുശേഷം മാത്സിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും. കൃത്യമായ ഡയറക്ഷൻ കിട്ടും. അതുവഴി മാത്സിനകത്തെ ഒരു മാർക്ക് കൂടി നിങ്ങൾക്ക് ഉറപ്പിക്കുവാനും സാധിക്കും. മക്കളെ, നമ്മൾ ലീഗൽ മെട്രോളജി വകുപ്പിലെ എഴുതുന്ന വളരെ പ്രധാനപ്പെട്ട 2 പരീക്ഷകളുണ്ട്. അതിലൊന്ന് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷയാണ്. മറ്റൊരെണ്ണം ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പരീക്ഷ. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷ ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. ഇതൊരു +2 ലെവൽ പരീക്ഷ ആയതുകൊണ്ട് ഒരു +2 ലെവൽ സിലബസ് ആണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതിനു മുമ്പേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. 25/1/2023 അവസാനമായിട്ട് നമ്മുടെ മുമ്പിലെ ലീഗൽ മെട്രോളജിയിലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് തസ്തികയുടെ ലിസ്റ്റ് അവസാനമായിട്ട് വരുന്നത്. അത് 25/1/2026 ആ ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു. കാലാവധി കഴിയുമ്പോൾ തീർച്ചയായിട്ടും പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ റാങ്ക് പട്ടിക നിലവിൽ വന്നിട്ടില്ല. അതായത് ഈ വർഷം തുടങ്ങി ഇന്നിപ്പോൾ 7 മാസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതുവരെയും നമുക്ക് ഒരു പുതിയ റാങ്ക് പട്ടിക നിലവിൽ വന്നിട്ടില്ല. എന്ന് പറഞ്ഞാല് ഒരു 6-7 മാസത്തിനുള്ളിൽ വന്നിരിക്കുന്ന എല്ലാ ഒഴിവുകളും അവിടെ വേക്കന്റ് ആയിട്ട് കിടക്കുകയാണെന്ന് അർത്ഥം. ഇനി മെയിൻ ലിസ്റ്റില് 75 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റാങ്ക് പട്ടികയാണ് കഴിഞ്ഞ തവണ അവർ പ്രസിദ്ധീകരിച്ചത്. 75 പേരെ മാത്രമേ ഉൾക്കൊള്ളിച്ചുള്ളായിരുന്നു. സപ്ലിമെന്ററി ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാല് 105 പേരെയാണ് അവർ ഉൾപ്പെടുത്തിയത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 180 പേരെ നമ്മൾ മൊത്തത്തിൽ ആ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തി. അവിടെ മെയിൻ ലിസ്റ്റിൽ വന്ന ആൾക്കാരെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. മെയിൻ ലിസ്റ്റിലെ 75 പേരെ ഉൾപ്പെടുത്തിയപ്പോൾ അതിലെ 65 പേർക്കും നിയമനം കൊടുക്കുവാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അഡ്വൈസ് അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ആ ഒരു തസ്തികയില് നിങ്ങൾ വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. മാത്രമല്ല അവിടെ വന്നു കഴിഞ്ഞാല് ആ ഒരു ഉദ്യോഗം അല്ലെങ്കിൽ ആ ജോലി നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ഇത് ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ്. ലിസ്റ്റ് വളരെ ചെറുതായിരിക്കും, പക്ഷേ ആ മെയിൻ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പിക്കുവാനും സാധിക്കുകയും ചെയ്യും. ഇതാണ് കഴിഞ്ഞ ലിസ്റ്റിന്റെ ഒക്കെ അവസ്ഥ. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു 7 മാസം നമുക്കിപ്പോ നിലവിലെ റാങ്ക് പട്ടിക ഇല്ലാത്തത് കൊണ്ട് അവിടെ വന്ന ഒഴിവുകളും, പിന്നെ നമുക്കിന്ന് ലിസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ടില്ല, പരീക്ഷ കഴിയണം, ലിസ്റ്റ് വരണം, ഏകദേശം 1 വർഷം പിടിക്കും. അപ്പൊ അത്രയും നാളത്തെ ഒഴിവുകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷ നിങ്ങൾക്കൊരു വലിയ സുവർണാവസരമാണ്. കാരണം മക്കളെ, ഇപ്പൊ തന്നെ ഏകദേശം ഒരു 6-7 മാസത്തെ ഒഴിവുകളുണ്ട്. ഇനി ഒരു 1.25 വർഷം കൂടി നമുക്ക് എന്തായാലും ലിസ്റ്റ് നിലവിൽ വരാൻ വേണ്ടിയിട്ട് എടുക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു 2 വർഷത്തെ ഒഴിവുകളും പ്ലസ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു 5 വർഷം നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വരുന്ന മുഴുവൻ ഒഴിവുകളും നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. ഈ ഡിപ്പാർട്ട്മെന്റിലെ വരുന്ന എല്ലാ ഒഴിവുകളും 3 ആഴ്ചക്കുള്ളിൽ വകുപ്പ് മേധാവി നേരിട്ട് PSCക്ക് നേരിട്ട് ശുപാർശ അയച്ചിട്ട് അത് നികത്തണമെന്ന് നമ്മുടെ CMന്റെ ഓർഡർ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ വരുന്ന ഒഴിവുകളെല്ലാം 3 ആഴ്ചക്കുള്ളിൽ തീർച്ചയായിട്ടും അത് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി
ഈ ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാലേ അടുത്ത 5 വർഷത്തിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന മുഴുവൻ ഒഴിവുകളും നമുക്ക് കിട്ടുകയും ചെയ്യും. മെയിൻ ലിസ്റ്റിൽ വന്നാൽ മതി. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കുഞ്ഞുങ്ങളെ, നമ്മൾ അവിടേക്ക് വരുന്ന സമയത്ത് 100 മാർക്കിന്റെ ഒരു പരീക്ഷ ആണ് നടത്താൻ പോകുന്നത്. അവിടെ മാത്സ് 15 മാർക്കിനാണ് ഉള്ളത്. മാത്സ് 15, ഇംഗ്ലീഷ് 10, മലയാളം 10. അപ്പൊ എത്രയായി? 35 മാർക്കായോ? പിന്നെയുള്ള ഒരു 10 മാർക്ക് എന്ന് പറഞ്ഞാല് ആ തസ്തികയുടെ സ്പെഷ്യൽ ടോപ്പിക് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് 45 മാർക്ക് എന്ന് പറയുമ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, സ്പെഷ്യൽ ടോപ്പിക് 45 മാർക്കായി. പിന്നെ ഉള്ള കണ്ടോ, കമ്പ്യൂട്ടറിനകത്ത് നിന്നും കമ്പ്യൂട്ടറിനകത്ത് 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. കറണ്ട് അഫേഴ്സ് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതേപോലെ ഫിസിക്സിനകത്ത് നിന്നും 6 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്ന ഒരു സിലബസ് ആണ്. ഇത് സാധാരണ PSC പരീക്ഷകളിൽ കാണുന്ന ഒരു സിലബസ് തന്നെയാണ്. സ്പെഷ്യൽ ടോപ്പിക്കിന് വലിയ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. കാരണം സ്പെഷ്യൽ ടോപ്പിക്കിന് 10 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതായത് ലീഗൽ മെട്രോളജി വകുപ്പ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. അത് തീർച്ചയായിട്ടും അധ്യാപകർ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ അത് പഠിച്ചുകൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് കടക്കണം. ഇനി നമുക്കറിയാം, ഈ ഒരു പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നീങ്ങുമ്പോൾ മാത്സിനകത്ത് 15 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. മക്കളെ, ആ 15 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പഠിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും ഉണ്ട്. അതായത് സംഖ്യകള്, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, വർഗം, വർഗമൂലം, ശരാശരി, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്ലോക്ക്, കലണ്ടർ, ഏജ്, എല്ലാ ചാപ്റ്ററുകളും സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടോപ്പിക്കാണ് കൂട്ടുപലിശ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ കൂട്ടുപലിശ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. മക്കളെ, ഒന്നാമത്തെ ചോദ്യം പിടിച്ചു. ചോദ്യം ഇതാണ്: 25,000 രൂപ 8% നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന തുക എത്രട കുഞ്ഞുങ്ങളെ എന്നാണ് ചോദ്യം. അപ്പോൾ കൂട്ടുപലിശ ഒരു ചോദ്യം ചോദിക്കാം, സാധാരണ പലിശയ്ക്കകത്തുനിന്നും ഒരു ചോദ്യം വരാം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് 2 ചോദ്യങ്ങൾ സാധാരണ പലിശ, കൂട്ടുപലിശ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരാം. അല്ലെങ്കിൽ ഈ 2 ചാപ്റ്ററിൽ നിന്ന് ഒന്നുകിൽ സാധാരണ പലിശയോ അല്ലെങ്കിൽ കൂട്ടുപലിശയോ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ മാത്സിനകത്തെ മുഴുവൻ ടോപ്പിക്കുകളും നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മാത്സിനകത്തെ ഉറപ്പായിട്ട് മുഴുവൻ മാർക്കും വാങ്ങിക്കാൻ സാധിക്കും. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. കൂട്ടുപലിശയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ നോക്കേണ്ടത് വർഷം നോക്കുക. മക്കളെ, എത്ര വർഷമാണ് എന്ന് നോക്കണം. 2 വർഷമാണോ അതോ 3 വർഷമാണോ അതോ 4 വർഷമാണോ നോക്കുക. എന്നിട്ട് 2 വർഷമാണെങ്കിൽ കോഡ് 1-1 ആണ്. ശ്രദ്ധിച്ചോണേ, ആ ചോദ്യം വായിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ വർഷം തന്നിരിക്കുന്നത് 2 വർഷം വരാം, അല്ലെങ്കിൽ 3 വർഷം വരാം, അല്ലെങ്കിൽ 4 വർഷം വരാം. 2 വർഷമാണ് വരുന്നതെങ്കിൽ കോഡ് 1-1 ആണ്, 1-1 ആണ്. ഇനി 3 വർഷമാണെങ്കിൽ 1-3-3-1 ആണ് കോഡ്. അപ്പോൾ 2 വർഷമാണെങ്കിൽ 1-1 എന്ന് ഓർത്തിരിക്കുക, 3 ആണെങ്കിൽ 1-3-3-1 എന്ന് ഓർത്തിരിക്കുക. ഇനി 4 വർഷമാണെങ്കിൽ കോഡ് 1-4-6-4-1, അതായത് 1
14641 എന്ന് ഓർത്തിരിക്കണം. ഇതാണ് കോഡ്. ഒന്നും കൂടെ പറഞ്ഞു തരാം. 2 വർഷമാണെങ്കിൽ 121, 3 വർഷമാണെങ്കിൽ 1331, 4 വർഷമാണെങ്കിൽ 14641 എന്ന് പറയുന്ന കോഡ് നിങ്ങൾ ഉപയോഗിക്കണം. ഇതാണ് ഈ വർഷങ്ങളുടെ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ ഈ കോഡ് കാണാതെ പഠിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട് മക്കളെ. എടാ, ആദ്യം അവസാനം എപ്പോഴും ഒന്നായിരിക്കും. ആദ്യം അവസാനം എപ്പോഴും ഒന്നായിരിക്കും. പിന്നെ ഇടയിലുള്ള സംഖ്യ കിട്ടണമെങ്കിൽ അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഇതാണ്ടേ, ആദ്യം അവസാനം 1, ആ 1 കൂടെ കൂട്ടിയ 2 കിട്ടും. അപ്പൊ 2 വർഷത്തിന്റെ കോഡ് 121. അതങ്ങ് മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി 3 ആണെങ്കിൽ ഇതാണ്ടേ, ആദ്യം 1 എഴുതി, ഇതാണ്ടേ 2 1 കൂടെ കൂട്ടിയാൽ 3, 2 1 കൂടെ കൂട്ടിയാൽ 3, അവസാനം 1. ക്ലിയർ ആയോ? ഇനി ആദ്യം 1 മക്കളെ, 3 1 കൂടെ കൂട്ടിയാൽ 4, എടാ 3 3 കൂടെ കൂട്ടിയാൽ 6, 3 1 കൂടെ കൂട്ടിയാൽ 4, അവസാനം 1. അപ്പോൾ 2 വർഷത്തിന്റെ കോഡും 3 വർഷത്തിന്റെ കോഡും 4 വർഷത്തിന്റെ കോഡും ഭംഗിയായിട്ട് പഠിച്ചു വെച്ചോണം. 121, 1331, 14641 എന്ന് പറയുന്ന കോഡ് ജസ്റ്റ് മഗപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചോദ്യം 2 വർഷമല്ലേ? എടാ, നമ്മുടെ ചോദ്യം 2 വർഷമാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോഡ് താണ്ടേ 121 എന്ന് എഴുതി വെക്കണം. 121. എന്നിട്ട് നിക്ഷേപിച്ച തുക എത്രയാണോ അത് ആദ്യത്തെ സംഖ്യയുടെ താഴെ എഴുതണം. നിക്ഷേപിച്ചത് 25,000 അല്ലേ മക്കളെ? ആ 25,000 ഫസ്റ്റ് നമ്പറിന്റെ താഴെ എഴുതി വെക്കുക. എഴുതി വെച്ചു. കാരണം നിക്ഷേപിച്ച തുക 25,000 ആണ്. അത് ഫസ്റ്റ് നമ്പറിന്റെ താഴെ എഴുതുക. എഴുതി വെച്ചു. എന്നിട്ട് ആ 25,000ത്തിന്റെ 8% തൊട്ടപ്പുറത്ത് എഴുതണം. അപ്പോൾ മക്കളെ, 25,000ത്തിന്റെ 8% കണ്ടുപിടിക്കാൻ 8/100 കൊണ്ട് ഗുണിച്ചാ പോരേടാ. താഴെ കിടക്കുന്ന 2 0, മേളിൽ കിടക്കുന്ന 2 0 കട്ടായി പോയി. 250നെ 8 കൊണ്ട് ഗുണിക്കണം. അല്ലെങ്കിൽ 25നെ 8 കൊണ്ട് ഗുണിച്ചൊരു 0 ഇട്ട് കൊടുത്താൽ മതി. 25നെ 8 കൊണ്ട് ഗുണിച്ചാൽ 200 ആണെന്ന് അറിയാം. ഒരു 0 കൂടെ ചേർത്ത് എഴുതിയാൽ 2000 വരും. അതായത് 25,000ത്തിന്റെ 8% എന്ന് പറഞ്ഞാല് മക്കളെ 2000 എന്ന് വരും. എടാ, എന്നിട്ട് ആ 2000ത്തിന്റെ 8% എടുത്ത് അപ്പുറത്ത് എഴുതുക. 2000ത്തിന്റെ 8% എന്ന് പറഞ്ഞാല് 8/100 കൊണ്ട് ഗുണിക്കുക. 2 0, 2 0 കട്ടായി. 20നെ 8 കൊണ്ട് ഗുണിച്ചാല് ദാ പിടിച്ചു, ദേ പിടിച്ചു, 160. കണ്ടോ? ഇതാദ്യം ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് നിക്ഷേപിച്ച തുക എത്രയാണോ അത് ഫസ്റ്റ് നമ്പറിന്റെ താഴെ എഴുതണം. എന്നാൽ അതിന്റെ ഇത്ര ശതമാനം, 8 ആണെങ്കിൽ 8% എടുത്ത് അപ്പുറത്ത് എഴുതുക. ആ എഴുതി വെച്ചതിന്റെ 8% എടുത്ത് അപ്പുറത്ത് എഴുതി അങ്ങനെ അങ്ങ് പോവുക. എന്നിട്ട് മുകളിലോട്ട് ഗുണിക്കണം. 25,000നെ 1 കൊണ്ട് ഗുണിച്ചാൽ 25,000 അല്ലേ? ആണല്ലോ. എടാ, 2000നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4000 അല്ലേ? ആണല്ലോ. 160നെ 1 കൊണ്ട് ഗുണിച്ചാൽ 160 അല്ലേ? ആണല്ലോ. എന്നിട്ട് ചോദ്യം ഇതാണ്, കാലാവധി കഴിയുമ്പോൾ ലഭിക്കുന്ന തുക എത്ര എന്നല്ലേ ചോദ്യം. കാലാവധി കഴിയുമ്പോൾ ലഭിക്കുന്ന തുക എത്ര എന്ന് ചോദിച്ചാല് ദേണ്ടേ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 25,000ത്തിന്റെ കൂടെ 4000 കൂട്ടിയാൽ 29,000 വരും. ആ 29,000ത്തിന്റെ കൂടെ 160 കൂടെ കൂട്ടിയാൽ 29,160, 29,160. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 1 മാർക്ക് ഉറപ്പിച്ചു. ഒന്നുകൂടെ പറയാം. വർഷം 2, കോഡ് 121. നിക്ഷേപിച്ച തുക 25,000 എഴുതി വെച്ചു. ആ 25,000ത്തിന്റെ 8% എടുത്ത് അപ്പുറത്ത് എഴുതി. ആ എഴുതിയതിന്റെ 8% എടുത്ത് അപ്പുറത്ത് എഴുതി. മേപ്പോട്ട് ഗുണിക്കുക. കിട്ടുന്ന ആൻസർ എന്താണോ അതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സെറ്റ്. ഇനി കുഞ്ഞുങ്ങളെ, രണ്ടാമത്തെ ചോദ്യം ദാ പിടിച്ചു. ചോദ്യം ഇതാണ്, സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില 20,000 രൂപയാണ്. എടാ, സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില 20,000 രൂപയാണ്. വർഷം തോറും 10% വീതം വില വർദ്ധിപ്പിച്ചാൽ
2 വർഷത്തിന് ശേഷമുള്ള വില എത്ര എത്ര എത്ര? ഇതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ എന്തു സാറേ സ്വർണത്തിന്റെ വിലയൊക്കെ പറയുന്നത്? ഇത് നമ്മുടെ കൂട്ടുപലിശയല്ലേ സാറ് പഠിപ്പിക്കുന്നത്? കൂട്ടുപലിശ പഠിപ്പിക്കുമ്പോൾ സ്വർണവും സാധനവും തമ്മിൽ എന്തോ ബന്ധം? മക്കളെ, ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില ഇത്ര ശതമാനം വീതം ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു എന്ന് കേട്ടാൽ അത് കൂട്ടുപലിശയാണ്. ഒന്നുകൂടെ പറയാം, ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില ഇത്ര ശതമാനം വീതം ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാല് അത് കൂട്ടുപലിശ 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 കൂട്ടുപലിശയാണ്. ആണ്. അപ്പൊ സ്വർണത്തിന്റെ വില 10% വീതം ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാല് അത് കൂട്ടുപലിശയുടെ ചോദ്യമാണല്ലോ. ആണ്. അപ്പൊ നോക്കിയോ, വർഷം എത്ര? വർഷം 2 അപ്പൊ കോഡ് എന്തുവാ? 1 2 1 എന്ന് എഴുതി വെച്ചു. തുടക്കമുള്ള പ്രൈസ് എത്ര? തുടക്കത്തിലെ പ്രൈസ് 20,000 രൂപ. അത് താണ്ടേ സ്റ്റാർട്ടിംഗ് നമ്പറിന്റെ അവിടെ എഴുതണം 20,000 എന്ന് എഴുതി വെച്ചു. എന്നിട്ട് ആ 20,000ന്റെ 10% എടുത്ത് അപ്പുറത്തോട്ട് എഴുതുക. എടാ, ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടിക്കളഞ്ഞാൽ മതി. ഏതൊരു സംഖ്യയുടെയും 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടുക. 20,000ന്റെ 10% എന്ന് പറഞ്ഞാല് 20,000ന്റെ ഒരു 0 വെട്ടിക്കൂ മക്കളെ. 20,000ന്റെ ഒരു 0 വെട്ടിയാൽ 2,000. അല്ലെങ്കിൽ നിങ്ങൾ 20,000ന്റെ 10% കണ്ടുപിടിക്കാൻ 20,000 × 10/100 ചെയ്താലും മതി. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ അതിന്റെ ഒരു 0 വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ 20,000ന്റെ 10% 2,000. ആ 2,000ന്റെ 10% വീണ്ടും ഒരു 0 വെട്ടിയാൽ 200 എന്ന് വരും. 2,000ന്റെ 10% 200 ആണ്. ഇനി എന്ത് ചെയ്യണം? മുകളിലോട്ട് ഗുണിക്കുക. 20,000നെ 1 കൊണ്ട് ഗുണിച്ചാല് 20,000 എന്ന് വരും. 2,000നെ 2 കൊണ്ട് ഗുണിച്ചാല് 4,000 എന്ന് വരും. 200നെ 1 കൊണ്ട് ഗുണിച്ചാല് 200 എന്ന് വരും. ഇനി അവസാനം 2 വർഷത്തിന് ശേഷമുള്ള വില എത്രയെന്ന ചോദ്യം. എല്ലാം കൂടെ കൂട്ടിയാൽ മതി. 20,000 4,000 കൂടെ കൂട്ടിയാൽ 24,000. ആ 24,000ത്തിന്റെ കൂടെ 200 കൂടി കൂട്ടിയാൽ 24,200. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 1 മാർക്ക് കൂടെ നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചു. കണ്ടോ? അപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില ഇത്ര ശതമാനം വീതം ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ജനസംഖ്യ ഇത്ര ശതമാനം വീതം ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു എന്ന് കേട്ടാലോ, ഈ 2 ചോദ്യങ്ങളും കൂട്ടുപലിശയുമായിട്ട് ബന്ധപ്പെട്ടു വരുന്ന ചോദ്യമാണെന്ന് മനസ്സിലാക്കി വെച്ചോണം. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നൊരു ഭാഗമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ചോദ്യം: 8,000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എത്ര എന്നാണ് ചോദ്യം. മക്കളെ, 2 വർഷമായതുകൊണ്ട് എടാ കോഡെന്ന് പറയുന്നത് 1 to 1 ആണ്. 2 വർഷമായതുകൊണ്ട് കോഡ് എന്തുവാ? 1 to 1 എന്ന് എഴുതി വെക്കുക. സ്റ്റാർട്ടിംഗ് നമ്പർ 8,000 അല്ലേ മക്കളെ? സ്റ്റാർട്ടിംഗ് നമ്പർ 8,000 എഴുതി വെച്ചു. എടാ, 8,000ന്റെ 10% എത്ര? ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ 8,000ന്റെ 10% എന്ന് പറഞ്ഞാല് 800 ആണ്. ഇനി ആ 800ന്റെ 10% എത്ര? 800ന്റെ 10% 80 ആണ്. 80 ആണ് എഴുതി വെച്ചു. ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടുക. 1% കണ്ടുപിടിക്കാൻ 2 0 വെട്ടുക. ഒരിക്കലും മറന്നു പോരുത്. ഏതൊരു നമ്പറിന്റെയും 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടുക. 1% കണ്ടുപിടിക്കാൻ 2 0 വെട്ടുക. കുഞ്ഞുങ്ങളെ, 8,000നെ 1 കൊണ്ട് ഗുണിച്ചാല് ദാ പിടിച്ചോ 8,000 എന്ന് വരും. എടാ, 800നെ 2 കൊണ്ട് ഗുണിച്ചാല് 8 2 16 1,600. 80നെ 1 കൊണ്ട് ഗുണിച്ചാല് 80 എന്ന് വരും. ഇനി 2 വർഷം കഴിയുമ്പോഴുള്ള തുക എത്ര എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ എല്ലാം കൂടെ കൂട്ടി എഴുതണം. നമുക്ക് പലിശ മാത്രം മതി മക്കളെ, പലിശ മാത്രം മതിയടാ, പലിശ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ആ നിക്ഷേപിച്ച തുക അങ്ങ് കളഞ്ഞേക്ക്. പലിശ മാത്രം മതി, പലിശ മാത്രം മതി. നിക്ഷേപിച്ച തുക ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് 2ഉം കൂടെ കൂട്ടിയാൽ മതി. 1,600 80 കൂടെ കൂട്ടിയാല് 1,680. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. 1 മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ കൂട്ടുപലിശയാണോ
ഉറപ്പിക്കാം 1 മാർക്ക്. നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കൂട്ടുപലിശ. പലിശയൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദാ പിടിച്ചു, ദാണ്ടേ 7500 രൂപയ്ക്ക് 4% നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എത്ര എന്നാണ് ചോദ്യം. പലിശ മാത്രം മതി, തുക വേണ്ട, പലിശ മാത്രം മതി. 2 വർഷമായതുകൊണ്ട് കോഡ് 1 to 1 അല്ലേ, 1 to 1 എഴുതി വെച്ചു. 2 വർഷമായതുകൊണ്ട് കോഡ് 1 to 1. സ്റ്റാർട്ടിംഗ് നമ്പർ 7500 ആദ്യം എഴുതി വെച്ചു. 7500. ആ 7500ന്റെ 4% എത്ര മക്കളെ? 7500ന്റെ 4% കണ്ടുപിടിക്കാൻ 7500നെ 4/100 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 0 കട്ടായി. 75നെ 4 കൊണ്ട് ഗുണിക്കുക. ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കാൻ ഇരട്ടിയുടെ ഇരട്ടി എടുത്താൽ മതി. എടാ, ഇരട്ടിയുടെ ഇരട്ടി എടുത്താല് ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമായി. അപ്പോൾ 75ന്റെ ഇരട്ടി 150 ആണ്. ആ 150ന്റെ ഇരട്ടി 300 അല്ലേ? അപ്പോൾ മക്കളെ 75നെ 4 കൊണ്ട് ഗുണിച്ചാല് 300 ആണെന്ന് മനസ്സിലായി. 300 എന്ന് എഴുതി വെച്ചു. ആയോ? അപ്പോൾ 7500ന്റെ 4% 300 ആണ്. ഇനി ആ 300ന്റെ 4% എടുത്ത് അപ്പുറത്ത് എഴുതണം. മക്കളെ 300ന്റെ 4% എത്രടാ? 300ന്റെ 4% 300ന്റെ 4% എത്ര എന്ന് ചോദിച്ചാല് 3 4 12 12 12 കണ്ടോ? 300ന്റെ 4% 12 ആണ്. ഇതാണ്ട് മേപ്പോട്ട് ഗുണിക്കുക. 7500 ഒന്നും കൂടെ ഗുണിച്ചാൽ 7500, 300ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 600, 12 ഒന്നും കൂടെ ഗുണിച്ചാൽ 12. ഇനി നമുക്ക് പലിശ മാത്രം മതി. പലിശ മാത്രം മതിയെങ്കിൽ ഇത് കളയുക. അപ്പോൾ 600ഉം 12ഉം കൂടെ കൂട്ടിക്കോ. 600ഉം 12ഉം കൂടെ കൂട്ടിയാൽ നമ്മളുടെ ഉത്തരം ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ കൂട്ടുപലിശയുമായിട്ട് ബന്ധപ്പെട്ടു വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും. ആ ഇഷ്ടം തോന്നിയാൽ പിന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ പോലും പറ്റത്തില്ല. അങ്ങനെയാണ് ചെയ്ത് അങ്ങ് പഠിക്കണം. ഓരോ ദിവസങ്ങള്, ഓരോ ചാപ്റ്ററുകള് അധ്യാപകരുടെ സഹായത്തോടു കൂടി ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോയിക്കോ. നിങ്ങളുടെ സിലബസ് പൂർത്തീകരിക്കും. സിലബസ് പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം മോക്ക് എക്സാമുകൾ എല്ലാം എഴുതി മാറി എക്സാം ഹാളിലേക്ക് പോകുന്നു. പരീക്ഷ നന്നായിട്ട് എഴുതുന്നു. കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരും, അതിന്റെ മെയിൻ ലിസ്റ്റ് വരും. അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് അഡ്വൈസും വരും. നിങ്ങൾ ആ സ്വപ്നം കണ്ട ജോലി ഉണ്ടല്ലോ, അത് യാഥാർത്ഥ്യമാക്കുവാൻ ഇതൊക്കെയാണ് ഓരോ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകണം. ഇതാണ്ടേ വാച്ചിന്റെ ഇപ്പോഴത്തെ വില 10,000 രൂപയാ. വർഷം തോറും 10% വീതം വില വർദ്ധിപ്പിക്കുന്നു. 3 വർഷത്തിന് ശേഷമുള്ള വില എത്ര എന്നാണ് ചോദ്യം. ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില ഇത്ര % വീതം ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു എന്ന് കേട്ടാൽ അത് കൂട്ടുപലിശയുടെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായല്ലോ. ആയി. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ 3 വർഷം അല്ലേടാ? 3 വർഷമാണെങ്കിൽ കോഡ് 1 3 3 1 അല്ലേ? 1 3 3 1. 2 വർഷമാണെങ്കിൽ 1 to 1, 3 വർഷമാണെങ്കിൽ 1 3 3 1, 4 വർഷമാണെങ്കിൽ 1 4 6 4 1 ആണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 10,000 ആണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 10,000. ഇനി ആ 10,000ത്തിന്റെ 10% എത്ര? 10,000ത്തിന്റെ 10% 1000 ആണ്. 1000ത്തിന്റെ 10%, 1000ത്തിന്റെ ഒരു 0 വെട്ടിയാൽ 100. എടാ 100ന്റെ 10%, 100ന്റെ ഒരു 0 വെട്ടിയാൽ 10. കണ്ടോ? 10,000ത്തിന്റെ 10% 1000, 1000ത്തിന്റെ 10% 100, 100ന്റെ 10% 10. മുകളിലോട്ട് ഗുണിക്കുക. 10,000ത്തിനെ 1 കൊണ്ട് ഗുണിച്ചാല് 10,000 എന്ന് വരും. 1000ത്തിനെ 3 കൊണ്ട് ഗുണിച്ചാല് 3000 എന്ന് വരും. 100നെ 3 കൊണ്ട് ഗുണിച്ചാല് 300 എന്ന് വരും. 10നെ 1 കൊണ്ട് ഗുണിച്ചാല് 10 എന്ന് വരും. ചോദ്യം 3 വർഷത്തിന് ശേഷമുള്ള വില എത്ര എന്നാണ് ചോദ്യം. എല്ലാം കൂടെ കൂട്ടിക്കൂ. 10,000ത്തിന്റെ കൂടെ 3000 കൂട്ടിയാൽ 13,000 വരും. ആ 13,000ത്തിന്റെ കൂടെ 300 കൂട്ടിയാൽ
13,300 എന്ന് വരും. ആ 13,300ന്റെ കൂടെ വീണ്ടും 10 കൂട്ടിയാൽ 13,310. അതായത് ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. കൂട്ടുപലിശയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്നുള്ള അറിവ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 2 വർഷം പഠിച്ചു, 3 വർഷമാണെങ്കിലും ഇങ്ങനെ തന്നെ, 4 വർഷമാണെങ്കിൽ കോഡ് മാറും. വീണ്ടും ഒരു ചോദ്യം കൂടെ. ദാണ്ടേ 3 വർഷമാണ്. 8,000 രൂപയ്ക്ക് 5% നിരക്കിലെ 3 വർഷത്തെ കൂട്ടുപലിശ എത്രയാണടാ ചോദ്യം. വർഷം 3 ആണെന്ന് മനസ്സിലായി. അപ്പോൾ കോഡ് എന്ന് പറയുന്നത് മക്കളെ 1331 ആണ് കോഡ്. കണ്ടോ? അപ്പോൾ തുടക്ക നമ്പർ 8,000 ആണ്. 8,000 എഴുതി വെച്ചു. 8,000ന്റെ 5% എത്ര? സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയും സാറേ 10% ആയിരുന്നെങ്കിൽ എളുപ്പം ഉണ്ടായിരുന്നു. പറയണ പിള്ളേരെ 10%. 8,000ന്റെ 10% എത്ര? 800 അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടിയാൽ മതി. 8,000ന്റെ 10% 800 ആണ്. 10% 800 ആണെങ്കിൽ 5% 400 അല്ലേ? 400 അല്ലേ? എടാ 10% 800 അല്ലേ? 10% 800 ആകുമ്പോൾ അതിന്റെ പകുതി അല്ലേ 5%? അപ്പോൾ 10% 800 ആയതുകൊണ്ട് 5% 400 ആണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ. ഇനി 400ന്റെ 10% എത്ര? 400ന്റെ 10% 40 അല്ലേ? 400ന്റെ 10% 40 അല്ലേ? അപ്പോൾ 5% 40ന്റെ പകുതി എത്ര? 40ന്റെ പകുതി 20 ആണെന്ന് മനസ്സിലായി. ഇനി 20ന്റെ 10% എത്ര? 20ന്റെ 10% 2 ആണ്. 10% 2 ആണെങ്കിൽ 5% 2ന്റെ പകുതി 1 ആണെന്ന് മനസ്സിലായി. ഇനി എല്ലാം കൂടെ ഗുണിക്കുക. 8,000നെ 1 കൊണ്ട് ഗുണിച്ചാൽ 8,000 വരും. 400നെ 3 കൊണ്ട് ഗുണിച്ചാൽ 4 3 12 1200 വരും. 20നെ 3 കൊണ്ട് ഗുണിച്ചാൽ 20 × 3 60. 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1 ആണെന്ന് മനസ്സിലാക്കുക. ചോദ്യം പലിശ മാത്രം മതിയട പിള്ളേരെ, പലിശ മാത്രം മതി. നിക്ഷേപിച്ച തുക കളയുക. 1,260 കൂടെ കൂട്ടിയാൽ 1,260. 1,260ന്റെ കൂടെ 1 കൂടെ കൂട്ടിയാൽ 1,261. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ പലിശ മാത്രം മതിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുതലിനെ ഒഴിവാക്കിയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. അതല്ല ഫൈനൽ എമൗണ്ട് എത്ര ആണ് ചോദിക്കുന്നതെങ്കിൽ എല്ലാം കൂടെ കൂട്ടി അങ്ങ് പറയണം എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. കോഡ് ഒരിക്കലും മനസ്സിൽ നിന്നും പോകുവാൻ പാടില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ എല്ലാവരും പറയും സാറേ 2 വർഷം ഓക്കെയാണ്, 3 വർഷം ഓക്കെയാണ്, 4 ചോദിക്കുവോ? എങ്ങാനും ഒരു ചെറിയൊരു ചാൻസ്, അത്രേ ഉള്ളൂ. 4 വർഷം അങ്ങനെ ചോദിക്കാറില്ല. എന്നിരുന്നാലും ഒരു 4 വർഷത്തിന്റെ ക്വസ്റ്റ്യൻ ഇട്ട് തരാം. അതാണ്ടേ ഒരാളുടെ ഇപ്പോഴത്തെ ശമ്പളം 10,000 രൂപയാണ്. വർഷം തോറും ശമ്പളം 50% വീതം വർദ്ധിപ്പിച്ചാൽ കുഞ്ഞുങ്ങളെ 4 വർഷത്തിന് ശേഷമുള്ള ആ മനുഷ്യന്റെ ശമ്പളം എത്രയാടാ എന്നാണ് ചോദ്യം. 4 വർഷമായതുകൊണ്ട് കോഡ് 14641 അല്ലേ? 4 വർഷമായതുകൊണ്ട് കോഡ് എന്ന് പറയുന്നത് 14641 ആണെന്ന് മനസ്സിലാക്കുക. 14,14641 ആണ് കോഡ്. എഴുതി വെച്ചു. 4 വർഷം. തുടക്കം എന്ന് പറഞ്ഞാല് 10,000 രൂപയാണ്. 10,000. അങ്ങനെ തുടക്ക നമ്പർ നമ്മൾ 10,000 എഴുതി വെച്ചു. എടാ കുഞ്ഞുങ്ങളെ 10,000ന്റെ 50% എത്ര? ഒരു സംഖ്യയുടെ 50% എന്ന് പറഞ്ഞാൽ പകുതി എടുത്താൽ മതി. 50/100 കൊണ്ട് ഗുണിക്കാൻ ഇച്ചിരി മെനക്കേടാണ്, എന്നാലും കുഴപ്പമില്ല. പകുതി എടുക്കുക. അല്ലെങ്കിൽ 50% ആണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പകുതി എടുത്താൽ പോരെ. അപ്പോൾ 50% കണ്ടുപിടിക്കുന്നതിന് പകരം നിങ്ങൾ പകുതി എടുത്താൽ മതി. അതായത് 10,000ന്റെ പകുതി 5,000 ആണ്. 5,000ന്റെ പകുതി 2,500. എടാ 2,500ന്റെ 50%. 2,500ന്റെ പകുതി 1,250. 1,250ന്റെ പകുതി 625. കണ്ടോ? 50% ആയതുകൊണ്ട് നിങ്ങൾ പകുതി എടുത്ത് പോയാൽ മതി. 10,000ന്റെ 50% എന്ന് പറഞ്ഞാൽ 5,000. 5,000ന്റെ 50% 2,500.
2500ന്റെ 50%, 1250. 1250ന്റെ 50%, 625. ഇനി നിങ്ങൾ മുകളിലോട്ട് ഗുണിച്ചാട്ടെ. 10,000 ഒന്നും കൂടെ ഗുണിച്ചാൽ 10,000 എന്ന് വരും. 5000നെ 4 കൊണ്ട് ഗുണിച്ചാല് 20,000 എന്ന് വരത്തില്ലേ? വന്നു. എടാ 2500നെ 6 കൊണ്ട് ഗുണിക്ക്, അല്ലെങ്കിൽ 25നെ 6 കൊണ്ട് ഗുണിച്ചിട്ട് 2 0 ഇട്ട് കൊടുത്താൽ മതി. 25നെ 6 കൊണ്ട് ഗുണിച്ചാല് മക്കളെ 150 2 0 ചേർത്ത് എഴുതിയാൽ 15,000 വരും. 1250നെ 4 കൊണ്ട് ഗുണിക്കാൻ, ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കാൻ ഇരട്ടിയുടെ ഇരട്ടി എടുക്കുക. 1250ന്റെ ഇരട്ടി 2500, 2500ന്റെ ഇരട്ടി 5000 എന്ന് വരും. അപ്പോൾ ഇവിടെ 5000 എഴുതി വെച്ചു. ദേണ്ടേ 625നെ 1 കൊണ്ട് ഗുണിച്ചാല് 625 എന്ന് വരും. ഇനി എല്ലാം കൂടെ കൂട്ടിക്കോ. 20,000വും 10,000വും കൂടെ കൂട്ടിയാൽ 30,000. എടാ 30,000ത്തിന്റെ കൂടെ ഒരു 15,000 കൂടെ കൂട്ടിയാലോ? 30,000ത്തിന്റെ കൂടെ 15,000 കൂട്ടിയാൽ 45,000. 45,000ത്തിന്റെ കൂടെ ഒരു 5,000 കൂടെ കൂട്ടിയാൽ 50,000. 50,000ത്തിന്റെ കൂടെ ഒരു 625 കൂടെ കൂട്ടിയാൽ 50,625 എന്നുള്ള ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓർത്തു വെച്ചോണം, കൂട്ടുപലിശയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ ഒന്നുകിൽ 2 വർഷം, അല്ലെങ്കിൽ 3 വർഷം, അങ്ങ് അറ്റം പോയാൽ 4 വർഷം. ഈ ഒരു ചെറിയ സമയം കൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ തീർത്തു. ഇനി അർദ്ധവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിന്റെ ചോദ്യങ്ങളുണ്ട്. പാദവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിന്റെ ചോദ്യങ്ങളുണ്ട്. പലിശകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പിന്നെ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചപ്പോൾ ഇരട്ടിയാകാൻ ഇത്ര വർഷം എടുത്താൽ ഒരു 8 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും, അങ്ങനെയുള്ള ചോദ്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മള് വീഡിയോ ഒരുപാട് നീട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നതിൽ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ അടുത്ത ഭാഗമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാവുന്നതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു സംശയം നിങ്ങളുടെ മുമ്പിൽ ഇല്ല. കാരണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു പരീക്ഷ എന്ന്. സിലബസ് എന്താണ്, ഇനി സിലബസിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പ്, അതിനകത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് സിലബസിന്റെ PDF കിട്ടും. സിലബസ് നിങ്ങൾക്ക് വൃത്തിയായിട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് പഠിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കൃത്യമായ ഡയറക്ഷനോടുകൂടി പഠിക്കുവാൻ സ്വന്തമായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. സാറേ നല്ല തിരക്കാണ്, മാത്രമല്ല ചില നോട്ടുകളൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ ഒരുപാട് സമയം കളയേണ്ടി വരും. അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരു 75 ദിവസം കൊണ്ട്, നമുക്കറിയാം നമ്മുടെ പരീക്ഷ എന്നാണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, നവംബർ 21. അപ്പോൾ അതിനുള്ളിൽ ഒരു 75 ദിവസം കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഭാഗങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കുഴപ്പമില്ല, ഇനിയും സമയമുണ്ട്, ഇനി പഠിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. എല്ലാ പ്രതിസന്ധികളും നമ്മൾ ഈ പ്രതിസന്ധികളെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് പോകാതെ ഇതൊക്കെ ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അങ്ങ് തയ്യാറെടുത്ത് തുടങ്ങിക്കൂ. ചിലപ്പോൾ ഒരു നിയോഗം പോലെ ആയിരിക്കും എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഇനിയും മടിച്ചിരിക്കരുത്. നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് 75 ദിവസം കൊണ്ട് എൻറ്റയർ സിലബസ് പൂർത്തീകരിച്ചുകൊണ്ട് റിവിഷനും നടത്തി പരമാവധി ആൾക്കാരെ ആ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ അഭിമാനം ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പറയുന്ന 75 ദിവസത്തെ ക്രാഷ് ബാച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത്. എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാം. തുടക്കം മുതൽ പഠിച്ചുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നേരിടാം. ലൈവ് ക്ലാസ്സുകളുണ്ട്, ലൈവിന്റെ റെക്കോർഡുണ്ട്, അല്ലാതെ റെക്കോർഡുണ്ട്, PDF നോട്ടുകളുണ്ട്, വീക്ക്ലി എക്സാമുകളുണ്ട്, മന്ത്ലി എക്സാമുകളുണ്ട്. എല്ലാം കൂടെ ആവുമ്പോൾ ഒരു അവിയൽ പരുവത്തിലെ ഈ ഒരു ഭംഗിയായിട്ടുള്ള ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് അവസാനിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന നവംബർ 21 നിങ്ങൾക്ക് പരീക്ഷാ ഹാളിലേക്ക് വലിയ ആത്മവിശ്വാസത്തോടു കൂടി കയറി
ഇറങ്ങി വരുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇറങ്ങി വരുവാനും സാധിക്കും. സാധ്യതകൾ പിന്നീട് തിരിച്ചു വരത്തില്ല. ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മള് മറ്റൊരു ക്ലാസ് അല്ലെങ്കിൽ ഇതിന്റെ രണ്ടാമത്തെ ഭാഗം അല്ലെ, ഇതിന്റെ ബാക്കി ഇനി കിടക്കുമല്ലേ പഠിക്കാൻ, അതിന്റെ രണ്ടാമത്തെ ഭാഗം, അതായത് കൂട്ടുപലിശയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് തന്നെയാണ് സജഷൻ ഉള്ളതെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതനുസരിച്ചുകൊണ്ടും അതിന് ഞങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടുമായിരിക്കും അടുത്തടുത്ത വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുക എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.